എന്താണ് മാഡത്തിന്റെ ആവശ്യം? എനിക്ക് ഈ കമ്പികൾ മാറ്റി കിട്ടണം, എനിക്ക് നീതി കിട്ടണം. 1-2 കൊല്ലമല്ല ഞാനിത് നടക്കാൻ തുടങ്ങിയിട്ട്. 2013 ആഗസ്റ്റ് തുടങ്ങി നടക്കണേണ്. ഞങ്ങളുടെ 36-ാം വാർഡ് കൗൺസിലർ ജലീൽ പാമങ്ങാടൻ എന്ന് പറയുന്ന ആളാണ് അയാളുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഈ 3 ഫേസ് ലൈൻ വലിച്ചത്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവനും മണ്ടന്മാരാക്കിക്കൊണ്ട് അവരോടൊക്കെ പറഞ്ഞത് സ്ട്രീറ്റ് ലൈറ്റ് ആണെന്ന്. എന്ത് സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും വലിക്കണമെങ്കിൽ അവിടെ ഒരു റോഡ് വേണോ? റോഡില്ല. റോഡില്ലാത്തടത്ത് സ്ട്രീറ്റ് ലൈറ്റ് എന്നും പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിനെയും ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ കൗൺസിലർ ഈ പണി ചെയ്തത്. ഈ 2013 തുടങ്ങി ഞാൻ നടക്കണതാണ് ഇത് മാറ്റിക്കിട്ടാൻ. എൻ്റെ വീട് പണി മുടങ്ങി. എനിക്ക് 2014 എൻ്റെ വീട് പണി മൊത്തം തീരേണ്ടതാ. ഒരു നില ഞാൻ പണിത്. എനിക്ക് റെയിൽവേയുടെ NOC ഉണ്ട്, വീട് പണിയാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റ് ഉണ്ട്, എല്ലാ പേപ്പറും ഉണ്ട്. ഇവർക്ക് മാത്രം ഇതൊന്നുമില്ല. ചോദിക്കൽ പറയലൊന്നുമില്ല. എന്തോ തറവാട്ട് സ്വത്ത് പോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു പോസ്റ്റ് ഞങ്ങളുടെ പറമ്പിലോട്ട്. അതും പോരാണ്ട് ഈ എൻ്റെ പറമ്പിലുള്ള മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് കുറേ പലതരത്തിലുള്ള വാഴകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാ. പിന്നെ കൂടെ ഈ കമ്പികൾ പൊട്ടി വീഴും. ഈ കമ്പികൾ പൊട്ടി വീഴുമ്പോൾ എൻ്റെ വീട്ടിലെ വയറിങ് അടക്കം പലതവണ കത്തിപ്പോയി. ഇപ്പോൾ ഈ മോൻ്റെ കല്യാണം വന്നപ്പോൾ അവിടെ മുറിയുടെ വയറിങ് എല്ലാം രണ്ടാമതേ ചെയ്തപ്പോഴാണ് എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നതാണ്. എന്തോ ആ വീട് കത്തിപ്പോകാഞ്ഞത് എന്തോ വീട്ടിലുള്ള എൻ്റെ മക്കളുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ കാരണന്മാരുടെ അനുഗ്രഹമോ ആയിരിക്കുള്ളൂ. കാരണം ഞാൻ അതിനും വേണ്ട ഞാൻ സഹിക്കുന്നുണ്ട്. ഒരു TV ഇല്ല, ഒരു സാധനം ഇല്ല വീട്ടിൽ, എല്ലാം കത്തിപ്പോയി. ഞാൻ ഫസ്റ്റിലെ പരാതി കൊടുത്തത് KSEB തേവക്കൽ ഡിവിഷനിലാണ്. അപ്പോൾ അന്നത്തെ AE പറഞ്ഞത് മുനിസിപ്പാലിറ്റിയാണ് ഇതൊക്കെ ചെയ്തത്, അവര് പെർമനന്റ് ആയിട്ട് പൈസ അടച്ചേക്കണേണ്, അതുകൊണ്ടിട്ട് ഇത് മാറ്റാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇതിലെ വലിച്ചത്? അതിന്റെ പെർമിഷൻ വേണ്ടേ? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എല്ലാം കൗൺസിലറാണ് ചെയ്യിച്ചേക്കണത്, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടറിനെ കാണാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ സെക്രട്ടറിനെ പോയി കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇതൊന്നും ഞങ്ങളല്ല ചെയ്യേണ്ടത്, KSEB ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇവരെന്നെ അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് ഞാൻ പെരുമ്പാവൂര് പോയി, KSEBയുടെ ഓഫീസിൽ, ആലുവയിൽ പോയി, പിന്നെ കളക്ടറുടെ അടുത്ത് പോയി. കളക്ടറാണ് എന്നോട് എന്നിട്ട് ഇവിടെ അന്വേഷണത്തിന് ഉത്തരവിട്ട്. അപ്പൊ ഇവര് കളക്ടറേയും വെറുതെ ഫൂളാക്കി, ഇതിലെ ലൈൻ കമ്പി വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിന്റെ ഫോട്ടോ എടുത്ത് കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും വിട്ട് അന്വേഷിപ്പിച്ച് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അവർ തന്ന്. എന്നിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്ത് കളക്ടർ, അതായത് ഇത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ. ഇവരനങ്ങിയില്ല. അനങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ കളക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിക്കാൻ. അങ്ങനെ ഈ കോടതിയിൽ പോയി. അതിൻ്റെ മുമ്പ് 2017 ഞാൻ ഇവരുടെ മന്ത്രി മണി ആശാനെ പോയി കണ്ട് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരത്ത് പോയി കണ്ട് അങ്ങേരുടെ അടുത്ത് ഈ ഫയലെല്ലാം ഞാൻ കൊടുത്ത്. അങ്ങേര് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞേ, നീ ഒരു പണി ചെയ്, ടെറസിന്റെ മുകളിൽ കയറി സൈക്കിൾ ചെയിൻ വലിച്ചെറിയാൻ കൂടെ ഈ ദുമ്മയിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു പണിയിൽ എനിക്ക് ലെറ്റർ പാഡിൽ എഴുതിത്താ, അല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് വരൂലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അത് തന്നില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും വക്കീലിൻ്റെ അടുത്ത് പോയി. പലതവണയായിട്ട് ഞാൻ ആദ്യത്തെ വക്കീൽ, അയാൾ ഗവൺമെന്റ് പ്ലീഡറായിരുന്നു, അത് മറച്ചു വെച്ചോണ്ടാണ് അയാൾ ജൂനിയറിനെ കൊണ്ട് കേസ് നടത്തിച്ചത്. എന്നിട്ട് അതിൽ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമ TS തമ്പി എന്ന് പറഞ്ഞ ഒരാളാണ്, അയാളുടെ പേരും കൂടി ചേർത്ത്. എന്നിട്ട് നോട്ടീസ് അയക്കുമ്പോൾ അയാളുടെ ഇനീഷ്യൽ തെറ്റിച്ചോണ്ടാണ് ഇവര് നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നത്. കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചവര്. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഈ AXE ആണ് അയാളുടെ പേര്, ശിവദാസൻ, അയാളാണ് ഈ മുട്ടൻ നുണ പറഞ്ഞ് കോടതിനെ കബളിപ്പിച്ചത്. നിരാഹാര അനിശ്ചിതകാലത്തേക്ക്, എന്റെ മരണം വരെ ഞാനിവിടെ ഇരിക്കും. കാരണം എനിക്ക് ഇനി നീതി കിട്ടിയേ പറ്റുള്ളൂ. അതെ അതെ, മാറ്റിയ മാത്രം പോരാ, എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങള് അതും എനിക്ക് ഇവര് തന്നെ. അതാണ് ആവശ്യം. കാരണം എനിക്ക് നിവൃത്തിയില്ല വേറെ. കാരണം എന്റെ മക്കള് ഇപ്പൊ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് കിടക്കാൻ സ്ഥലം വേണ്ടേ, ഒരു പ്രൈവസി ഉള്ള ഒരു റൂമില്ല അതുങ്ങൾക്ക് കിടക്കാനായിട്ട്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വേറെ വരുമാനം ഒന്നുമില്ല. ഇവരുടെ ഈ കേസിന്റെ പുറകെ നടന്ന എന്റെ നല്ല ജോലി ഉണ്ടായിരുന്നതാണ്, അത് പോയി. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ എന്റെ ശമ്പളം കട്ടി ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ഇപ്പൊ ജോലിക്ക് പോണത്. അതുമല്ല എനിക്ക് തീരെ വയ്യ, എന്റെ ദേഹം മുഴുക്കെ നീർക്കെട്ടാണ്, ഡിസ്ക് ബൾജ് ഉണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല അധികം നേരമൊന്നും.